ആറ്റിങ്ങൽ നഗരമധ്യത്തിലെ അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കുന്നു. ആറ്റിങ്ങൽ ദേശീയപാതയ്ക്കരികിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന ഓടുമേഞ്ഞ പഴയ ഇരുനില കെട്ടിടമാണ് ഇന്ന് രാവിലെ 10 മണിയോടെ പൊളിച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആറ്റിങ്ങൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പോലീസ്, ഫയർഫോഴ്സ്, പൊതുനിർമ്മാണ വിഭാഗം, KSEB വിഭാഗം തുടങ്ങിയ വകുപ്പുതല ഉദ്യോഗസ്ഥരും ചേർന്നാണ് നടപടികൾ നടത്തുന്നത്. ആറ്റിങ്ങൽ സ്വദേശിയായ തുളസിയുടെ ഉടമസ്ഥതയിലുള്ള 60 വർഷങ്ങളോളം പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ ഒരു വസ്ത്രവ്യാപാരശാലയും ഔഷധ വിൽപ്പനശാലയും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. സമീപകാലം വരെ ഒരു കമ്പ്യൂട്ടർ സെന്ററും ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കെട്ടിടത്തിന്റെ ചുമരുകൾ ഇടിഞ്ഞുമാറി പൊട്ടിയടർന്ന് വീണതിനെ തുടർന്ന് നാട്ടുകാർ വിവരം നഗരസഭയെ അറിയിച്ചിരുന്നു. കെട്ടിടത്തിന്റെ സമീപം ഫുട്പാത്തിലൂടെ നിരന്തരം ജനങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ അപകടാവസ്ഥയിലായിരുന്ന കെട്ടിടത്തിന്റെ ഭിത്തി പൊട്ടി ഏത് സമയത്തും ഇടിഞ്ഞു വീഴുമെന്നുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. രാവിലെ 10 മണിയോടെ ഫയർഫോഴ്സ് സംഘം സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് കെട്ടിടം പൊളിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. സമീപ വ്യാപാര സ്ഥാപനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും അപകടം സംഭവിക്കാതിരിക്കാൻ സുരക്ഷിത അകലത്തിൽ ആളുകളെ മാറ്റി നിർത്തിയാണ് പൊളിച്ചുനീക്കൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഉപയോഗശൂന്യമായതും തകർന്നാവസ്ഥയിലുമായതിനാൽ പൊളിക്കൽ അനിവാര്യമാണെന്ന് ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അറിയിച്ചു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.